ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് 24 hours only eating mango challenge ആണ് ഗൈസ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം ഫുൾ ആയിട്ട് മാങ്ങ മാത്രമേ കഴിക്കുന്നുള്ളൂ. ഒരു ദിവസം മാങ്ങ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. മാങ്ങ ഉള്ള സാധനം മാത്രം കഴിച്ചോളൂ. എന്ന് വെച്ചാൽ മാംഗോ വെച്ച് മാത്രമേ ഞാൻ സാധനങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ, അത് മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. ഇന്ന് ഫുള്ള് നമ്മൾ മാംഗോ വെച്ച് ഓരോ സാധനങ്ങൾ കഴിക്കും. ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഉണ്ട് ചില സാധനങ്ങൾ, അതെല്ലാം കൂടെ നമുക്ക് കഴിക്കാം ഗൈസ്. അപ്പൊ ഇന്ന് 24 മണിക്കൂർ ഞാൻ മാങ്ങ വെച്ചുള്ള ഫുഡ് ഐറ്റം മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തുടങ്ങാം ഗൈസ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ എടുക്കാൻ പോകുന്ന മാംഗോ സ്മൂത്തിയാണ്. അപ്പൊ നമുക്ക് പോയി മാംഗോ സ്മൂത്തി ശരിയാക്കി കൊണ്ടുവരാം ഗൈസ്. അപ്പൊ ഞാൻ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്കപ്പോ മാംഗോ സ്മൂത്തി ഉണ്ടാക്കാം. ഇനി ഫസ്റ്റ് ഞാൻ ഫ്രോസൺ മാംഗോ ആണ് ഇടുന്നത്. ഇന്നലെ രാത്രിയാണ് ഞാൻ മാംഗോ എടുത്ത് ഫ്രോസ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പൊ ഈ മാങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ അവിടെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടാൽ മതി. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ, പക്ഷെ എനിക്ക് വേണം, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പഞ്ചസാര ഇടുന്നുണ്ട്. 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് മാംഗോ സ്മൂത്തി അടിച്ചെടുക്കാം. അപ്പൊ നമുക്ക് നല്ല തിക്കായിട്ട് സ്മൂത്തി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അടുക്കളയിൽ വേറെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉമ്മ എണ്ണ കാച്ചുകയാണ്. അപ്പൊ ഞാൻ ഇതുകൊണ്ട് വെളിയിലോട്ട് പോട്ടെ. അപ്പൊ നമ്മളെ മാംഗോ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ക്രീമി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിലും രാവിലെ ഇപ്പൊ നമ്മൾ സ്മൂത്തി അടിച്ചു കുടിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വയറ് വീക്കും. പിന്നെ നമുക്ക് വലിയ വിശപ്പൊന്നും തോന്നൂല. ഇതിപ്പം പഞ്ചാര വേണമെങ്കിൽ ഇട്ടാൽ ഈ മാങ്ങ ഇച്ചിരി പുളിപ്പുള്ളതുകൊണ്ട് ഞാൻ പഞ്ചാര ഇട്ടതാ. തലയ്ക്ക് പിടിച്ചും തണുപ്പ് തലയ്ക്ക് പിടിച്ചു. ഇന്ന് മാംഗോ ചലഞ്ച് ആയതുകൊണ്ട് ഞാൻ മഞ്ഞ കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊടുന്ന ഗൈസ്. ഉച്ചയ്ക്ക് ഞാൻ എന്ത് കഴിക്കുമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മാങ്ങ വെച്ച് എന്ത് പരീക്ഷണം ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇതുവരെയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്ത് കഴിക്കുമെന്ന് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം തട്ടിക്കൂട്ടി ഉണ്ടാക്കി നോക്കണം. മാങ്ങ വെച്ചതല്ല ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയ. അപ്പൊ നമുക്ക് ഈ സ്മൂത്തി കഴിച്ചു തീർക്കാം. നമ്മൾ മാംഗോ സ്മൂത്തി കുടിച്ചതിന് ശേഷം ഗൈസ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് വെച്ചാൽ മാംഗോ ബാർ ആണ്. നമുക്കൊരു മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് നമുക്ക് മാംഗോ ബാർ എടുക്കാം. ഇതൊരു കുഞ്ഞു മാംഗോ ബാറാണ് ഞാൻ എടുത്തേക്കുന്ന. സംഭവം ഇതേ ഉള്ളായിരുന്നു അവിടെ പോയപ്പോൾ. കൊള്ളാം. സ്കീരയാണ് ഗൈസ്. ഗൈസ് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ പുട്ടാണ്. പുട്ടും മാങ്ങയാണ് കഴിക്കാൻ പോകുന്നത്. നല്ല മാംഗോ പ്യൂരിയില് പുട്ടിന്റെ പൊടിയെടുത്ത് കുഴച്ച് മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് ഞാനാണെങ്കിൽ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അത് എടുക്കാൻ പോവുകയാണ്. നമുക്ക് പുട്ടെടുത്ത് നോക്കാം ശരിയായിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ. സംഭവം ഞാൻ ഇവിടെ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗൈസ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് തട്ടി നോക്കാം ശരിയായെന്ന്. ആവി പറക്കുന്നുണ്ട്. സംഭവം റെഡിയായി. അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് നല്ല മാംഗോ പുട്ട് കഴിക്കാൻ കഴിയും. അപ്പൊ ഇതിന്റെ കൂടെ കുറച്ച് നല്ല പഴുത്ത മാങ്ങയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മാങ്ങയും പുട്ടും കൂടെ കഴിക്കും. നമുക്കിത് ഞാൻ മാംഗോ ഒരു പ്യൂരി ഒഴിച്ച് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് യെല്ലോ കളറിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് മാങ്ങ കൊണ്ടുണ്ടാക്കിയ പുട്ട് കഴിക്കാം. നമ്മളവിടുത്തെ ലഞ്ച് റെഡിയായി ഗൈസ്. ലഞ്ച് ഞാൻ ഇവിടെ കഴിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചൂട് പുട്ടും മാങ്ങയും കൂടെ. പുട്ട് നമുക്ക് പൊടിച്ചിട്ട് മാങ്ങയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. അടിപൊളി സംഭവം. ഇത് മാങ്ങയുടെ പ്യൂരി ഇതിനകത്ത് ഒഴിച്ചേക്കുന്നതുകൊണ്ട് തന്നെ ആ മാങ്ങയുടെ ഇത് ആ പുട്ടിനകത്തും ഉണ്ട്,
ആ മാങ്ങ കുഴച്ച് തിന്നുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ട്. ഇത് അടിപൊളിയായിട്ടുണ്ട് സംഭവം. നല്ല പഴുത്ത മാങ്ങ ഭയങ്കര ടേസ്റ്റ്. അപ്പൊ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ കഴിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മാംഗോ ക്രീം കേക്കാണ് ഗൈസ്. അപ്പൊ നമുക്കിത് കഴിക്കാം. ഇത് ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ്, ഭയങ്കര യമ്മിയാണ് ഗൈസ്. ഞാൻ ഇതിന്റെ റെസിപ്പി എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്ത് തരാം. ഇതിനകത്ത് നിറച്ച് മാംഗോയുടെ പീസസ് ആണ്. എന്നാലും ഫുൾ ടൈം മാങ്ങാലേ കഴിക്കത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കാര്യമായിട്ട് മാങ്ങ ചേർത്തിട്ടുണ്ട് ഗൈസ്. അടിപൊളി. നമ്മളിവിടെ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഗൈസ് മാംഗോ കൊണ്ടുണ്ടാക്കിയ ക്രീമാണ്. ഇത് ഞാൻ കുറച്ച് കഴിച്ചായിരുന്നു. ഇത് മാംഗോയുടെ പൾപ്പും ക്രീമും കൂടെ മിക്സ് ചെയ്ത സംഭവമാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഗൈസ് നമ്മൾ മാംഗോ ക്രീം കഴിച്ച് അതിന് ശേഷം അവിടെ കഴിക്കാൻ പോകുന്നത് മാംഗോയുടെ പുഡിങ്ങാണ്. ഇത് 5 രൂപയുടെ മാംഗോയുടെ പുഡിങ്ങാണ്. നൈറ്റ് ആയപ്പോൾ മാങ്ങ കൊണ്ട് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ പുട്ടിന്റെ ബാക്കി അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പുട്ട് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ച് തക്കാളി, സവാള, പച്ചമുളക്, ക്യാരറ്റ്, മല്ലിയില എന്നിങ്ങനെയുള്ള എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് എന്നിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തൊരു ഉഴുന്ന് പരിപ്പുണ്ടല്ലോ അതെടുത്ത് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് മുളകും കടമുളകും കറിവേപ്പില എല്ലാം കൂടെ എടുത്ത് എണ്ണയിലിട്ട് വഴറ്റിയിട്ട് അതിനകത്തോട്ട് ഈ വെജിറ്റബിൾ ഫുള്ളും തട്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും മുളകും തക്കാളിയും ഇത് ക്യാരറ്റും എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഇത് എണ്ണയിലിട്ട് വഴറ്റി നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് ഗൈസ്. അതിനുശേഷമാണ് ഇതിനകത്തോട്ട് ബാക്കി പരിപാടി ചെയ്യണം. ബാക്കി പരിപാടി ഭയങ്കര സിമ്പിളാണ് ഗൈസ്. ഇതെല്ലാം കൂടെ വഴറ്റി എടുത്തതിന് ശേഷം ഈ നമ്മൾ പൊടിച്ചു വെച്ച പുട്ടുണ്ടല്ലോ ഇതിനകത്തോട്ട് എടുത്ത് തട്ടി കൊടുക്കണം. അപ്പം നമുക്ക് അടിപൊളി പുട്ടിന്റെ ഉപ്മാവ് റെഡിയായി ഗൈസ്. ഉപ്മാവ് പുട്ട് ബാക്കിയുള്ളപ്പം ഏത് പുട്ടിരുന്നാലും ഇങ്ങനെ ചെയ്താൽ അടിപൊളി നല്ല ടേസ്റ്റുള്ള ഉപ്മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ രാത്രി ഞാനിവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ മാങ്ങര പുട്ടുകൊണ്ടുണ്ടാക്കിയ ഉപ്മാവാണ് ഗൈസ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിനു ശേഷം ഒരു 2 മിനിറ്റ് ഞാനാണ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. കാരണം ഒന്ന് ചെറുതായിരുന്നു സോഫ്റ്റ് ആയിട്ട് വരാനായിട്ട്, അല്ലെങ്കിൽ സോഫ്റ്റ് ആണ്. എന്നിട്ട് ഇത് ഞാനാണെങ്കിൽ പുട്ടും പപ്പടവും ഉപ്മാവും പപ്പടവും മാങ്ങ പീസും കൂടെ അരിഞ്ഞ് വെച്ചതും കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഉപ്മാവ് മാത്രം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ഉപ്മാവിൻ്റെ ടേസ്റ്റ് മാത്രം നോക്കാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അതിന് ശേഷം ഞാനാണെങ്കിൽ മാങ്ങ ഉണ്ടല്ലോ മാങ്ങയും ഉപ്മാവും കൂടെ ചേർത്ത് കഴിച്ചു നോക്കി. സംഭവം വെറുതെ കഴിക്കുന്നതിനെക്കാട്ടി മാങ്ങ ചേർത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് മാങ്ങയും ഉപ്മാവും ആ പപ്പടവും കൂടെ കടിച്ച് അടിപൊളിയായിട്ട് കഴിച്ചു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ മാങ്ങ വന്നാൽ അതിന്റെ വലിയ ടേസ്റ്റ് കാണൂല എന്ന് വിചാരിച്ചാണ് ഞാൻ രണ്ടാമത് മാങ്ങ കൂട്ടി കഴിച്ചത്. പക്ഷെ മാങ്ങ കൂട്ടി കഴിച്ചപ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. എന്തായാലും ഇന്നത്തെ ചലഞ്ച് എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു ഗൈസ്. ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. ഒരു ഡേ ഫുള്ളായിട്ട് മാങ്ങ മാത്രം കഴിച്ചിട്ടുള്ളത്. അപ്പൊ അടുത്തൊരു ഡേ ഫുള്ളായിട്ട് ഏത് ഫുഡ് വേണോ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.